Hello everyone, welcome to EduPod Class 9. It's me, your Nafi. അപ്പോൾ നിങ്ങളുടെ ആനുവൽ എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസമുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് ആളുകളെങ്കിലും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്താ അവസ്ഥ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ സ്കൂളിൽ എത്ര ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞു? ഓരോ സബ്ജക്റ്റിനും ഏത് ചാപ്റ്ററാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ആനുവൽ എക്സാമിന് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ ആനുവൽ എക്സാം മുഴുവൻ മാർക്കും വാങ്ങാൻ താല്പര്യമുണ്ടോ അവർക്കൊക്കെ ഈ വീഡിയോ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. പരമാവധി ഫ്രണ്ട്സിനോട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ലൈവുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ലൈവിന് നോട്ട് നമ്മൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലാണ് പ്രൊവൈഡ് ചെയ്യുക. എല്ലാവരും നിർബന്ധമായിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഫൈൻഡ് ദ ബെസ്റ്റ് ഹവർ ആണ്. എന്ന് വെച്ചാൽ പഠിക്കാനുള്ള സമയം നിങ്ങൾ ചൂസ് ചെയ്യണം. ഏറ്റവും നല്ലത് രാത്രി ഒരു 3 മണിക്കൂർ, അതായത് രാത്രി 1 മണിക്കൂറൊക്കെ നമ്മുടെ ലൈവ് ഉണ്ടാവും. ലൈവിന് ശേഷം നിങ്ങൾ 2 മണിക്കൂർ. ലൈവിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പം ലൈവ് അടക്കം 3 മണിക്കൂർ രാത്രി പഠിക്കുക. പറ്റുകയാണെങ്കിൽ രാവിലെ 1 മണിക്കൂർ തലേന്ന് പഠിച്ച കാര്യം റിവൈസ് ചെയ്യുക. അപ്പം രാത്രി നിങ്ങൾ എന്ത് ചെയ്യുന്നു, ലൈവ് അടക്കം ലൈവിൽ ഏത് വിഷയമാണോ എടുക്കുന്നത്, ഏത് ചാപ്റ്ററാണോ എടുക്കുന്നത്, ആ ചാപ്റ്റർ കണ്ടതിന് ശേഷം അടുത്ത 2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്റർ പഠിക്കുക. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് ഒരു 6 മണിക്കൊക്കെ എണീറ്റിട്ട് ഒരു 1 അവർ എന്ത് ചെയ്യുക, തലേന്ന് പഠിച്ച കാര്യം ഒന്ന് റിവൈസ് ചെയ്യുക കേട്ടോ. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് ഫൈൻ ലേണിംഗ് സ്റ്റൈൽ. നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്? നമുക്കറിയാം EduPodന്റെ ആപ്പിൽ റിസോഴ്സസ് ആണെങ്കിൽ ഭാഗം ഫ്രീ ആണ്. താഴെ എന്തുണ്ട്, റിസോഴ്സസ് ഉണ്ട്. അതിന് നോട്ടുകളുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം എന്താണ്, കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ റിസോഴ്സസ് നോക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. പഠിക്കാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ ബയോളജി പോലുള്ള സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ മറന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതി പഠിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ എഴുതി എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. ഒരു 50 മിനിറ്റ് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് അടുത്ത 50 മിനിറ്റ് പഠിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ EduPodന്റെ ആപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസോഴ്സസ് ഉള്ള ഭാഗം ഫ്രീ ആക്കിയിട്ടുണ്ട്. ദിവസവും നമ്മൾ EduPod ലൈവ് തരുന്നുണ്ട്. ആ ലൈവിന് നോട്ട് നമ്മൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, EduPodന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് താഴെയുള്ള റിസോഴ്സസ് ഒക്കെ നോക്കി പഠിക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തെന്താ, നെവർ സ്റ്റഡി ഇൻ സ്ട്രെസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, പ്രശ്നമുള്ള സമയത്ത് ഒരിക്കലും പഠിക്കരുത്. സ്ട്രെസ്സുള്ള സമയത്ത് ഒരിക്കലും പഠിക്കരുത്. ടെൻഷനുള്ള സമയത്ത് ഒരിക്കലും പഠിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ്സോ ടെൻഷനോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് പോവുക കേട്ടോ. പിന്നെ സെൽഫ് സ്റ്റഡീസ് ദ കീ. നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റയ്ക്ക് പഠിക്കുക. ഇപ്പോൾ ആളുകളുമായിട്ട് കൂടി ചേർന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ കമ്പൈൻ സ്റ്റഡി ഒക്കെ നടത്തുകയാണെങ്കിൽ അതിന് പ്രശ്നം എന്താ, നിങ്ങൾ വേറെ പല കഥകളിലേക്ക് നീങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സെൽഫ് സ്റ്റഡി നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം പഠിക്കാൻ ശ്രമിക്കുക. അതിനുള്ള റിസോഴ്സസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. EduPodന്റെ ആപ്പിൽ താഴെ നോട്ടിൻ്റെ ഭാഗമൊക്കെ ഫ്രീ ആണ്, ഞാൻ പറഞ്ഞു. അതുപോലെ ദിവസവും നമ്മൾ ലൈവിന് ശേഷം അതിനെ നോട്ട് നമ്മൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒറ്റയ്ക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് ശ്രമിക്കുക, പരിശ്രമിക്കുക. നമ്മൾ വർക്ക് ചെയ്യുക. നമുക്ക് ഒരിക്കലും വർക്ക് ചെയ്യാൻ നമുക്ക് റിസൾട്ട് കിട്ടില്ല. വർക്ക് ചെയ്യുകയാണെങ്കിൽ, പണി എടുക്കുകയാണെങ്കിൽ നമുക്ക് മക്കളെ എന്താടാ റിസൾട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത പ്രോപ്പർ പ്ലാനിങ് ആൻഡ് അവോയ്ഡ് ഓഫ് ഡിസ്ട്രാക്ഷൻ. നിങ്ങൾക്കൊരു പ്ലാനിങ് വേണം. ഇന്ന് ഏത് വിഷയം പഠിക്കണം, ഇന്ന് എത്ര സമയം പഠിക്കണം, ഇന്ന് എന്തൊക്കെയാണ് പഠിക്കുന്നത്, അങ്ങനെ പ്രോപ്പർ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓരോ ദിവസവും EduPodന്റെ ലൈവ് ഉണ്ട്. ആ ലൈവ് തരുന്ന സബ്ജക്റ്റ് ഏതാണോ അത് നിങ്ങളൊന്ന് പഠിക്കാനിരിക്കാം. അപ്പം ആ സബ്ജക്റ്റും ചാപ്റ്ററൊക്കെ നമ്മൾ ആദ്യം നിങ്ങളെ അറിയിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഇന്ന് ഏത് സബ്ജക്റ്റാണോ, ഇന്ന് ഏത് ചാപ്റ്ററാണോ അത് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, പഠിക്കാൻ തുടങ്ങുക. പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല. ചിലപ്പോൾ വീട്ടിൽ TV ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് Instagram ഉണ്ടെങ്കിൽ അതായിരിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആയിരിക്കാം. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ Instagram ഒന്നും ഉപയോഗിക്കരുത്, മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, TV ഉപയോഗിക്കരുത്. പക്ഷേ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് യൂട്യൂബ് കയറി EduPod ക്ലാസ്സിൽ നോക്കി ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്നല്ലാണ്ട് കൂടുതൽ സമയം നിങ്ങൾ ഫോൺ ഉപയോഗിച്ചാൽ നിങ്ങളുടെ മൈൻഡ് അങ്ങോട്ടേക്ക് പോകും. സോ അത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. പിന്നെ ബിലീവ് ഇൻ ഫെയിലർ. ചിലപ്പോൾ നമ്മൾ പഠിച്ചാൽ നമുക്ക് എന്തെങ്കിലും മറന്നു പോകും, ചിലപ്പോൾ പഠിക്കും തെറ്റിപ്പോകും. ഒരു പ്രശ്നമില്ല, തെറ്റുകൾ ശരിയാക്കി മറന്നു പോയത് ഓർത്തെടുത്ത് പിന്നെയും മുന്നോട്ടേക്ക് പോലെ. നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റുകൾ പറ്റാം. അപ്പോൾ തെറ്റുകൾ പറ്റുന്ന മനുഷ്യരായിട്ടുള്ള നമുക്ക് ആ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുക. ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർച്ചിൽ നടക്കാൻ പോകുന്ന ആനുവൽ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം 9ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിർബന്ധമായിട്ടും ഇതൊക്കെ പഠിച്ചേ പറ്റും. കാരണം 9
9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നത് എന്താണോ അതിൻ്റെ കറക്റ്റ് കണ്ടിന്യൂഷനാണ് 10ാം ക്ലാസ്സിൽ വരിക. 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് കണ്ടിന്യൂഷനാണ് എവിടെ വരിക? 10ാം ക്ലാസ്സിൽ വരിക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് പഠിക്കണം, ഉഷാറായിട്ട് പഠിക്കണം, അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ലൈവിന് ശേഷം അതിൻ്റെ നോട്ട് നമ്മൾ അയക്കുന്നത് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെയാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങൾ 9ാം ക്ലാസ്സിലാണ്. അടുത്ത കാലം നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് 10ാം ക്ലാസ്സിൽ. ആ ടെക്സ്റ്റ് ബുക്ക് ഇപ്പം നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ചത് എന്താണോ അതിൻ്റെ കണ്ടിന്യൂഷനാണ് വരിക. അപ്പം നിങ്ങൾ പതറരുത്, തളരരുത്, ഒന്നും ആവരുത്. നിങ്ങളെ അടിപൊളിയാക്കി ഉഷാറാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ കൂടെ എജ്യൂപോർട്ട് ഉണ്ട്. എല്ലാം സെറ്റാക്കി തരാൻ നിങ്ങളുടെ കൂടെ എജ്യൂപോർട്ട് ഉണ്ട്. നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.